everyone, welcome back to Gurukul by Oswald. So, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഹൗ ടു ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് നമ്പേഴ്സ് അവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ആൻഡ് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ഫാക്ടർ ട്രീ പോലെ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചു വന്നിട്ടുണ്ട്. സോ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. So let us start from a simple one. Simple to complex ഫോമിലേക്കാണ് നമ്മൾ പോവുക. സിമ്പിൾ വണ്ണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പറയും. ആൻഡ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് 2 ഡിജിറ്റ് ഓക്കെ മാക്സിമം ഒരു 3 ഡിജിറ്റ് ഒക്കെ ആയിരിക്കും പ്രൈം ഫാക്ടറൈസേഷൻ വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലാർജർ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരത്തക്ക രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. What are the values of x and y in the given figure? നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗറിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫാക്ടർ ട്രീ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ ഉപയോഗിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാം എന്താ 1001 ആൻഡ് അവിടെ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു എക്സും ഒരു 143ഉം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആലോചിച്ചോക്കെ 1001 ഓക്കെ 1001 അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് 143x ഈ ഫോമിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു പറയുമ്പോൾ x and 143 when multiplied together we will get 1001. ഓക്കെ, അപ്പൊ ഇതിൽ ഈ x നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ആര് സഹായിക്കും, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള 1001 and 1001 ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള 143 ഇവ രണ്ടുപേരുമാണ് നമ്മളെ സഹായിക്കുക. എങ്ങനെ ആലോചിച്ചു നോക്കേ, ഈ നമ്പർ കിട്ടിയിരിക്കുന്നത് ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് 143x എന്ന് പറയുന്ന ഫോമിലേക്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1001 ഡിവൈഡഡ് ബൈ 143 ഇതായിരിക്കും നമ്മുടെ x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എങ്ങനെയാ ഒന്നുകൂടെ പറയാം, 1001 ഓക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് x ആൻഡ് 143 വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. അപ്പോ ഇയാളിൽ നിന്നും എങ്ങനെ x കണ്ടുപിടിക്കാം, 1001 ഡിവൈഡഡ് ബൈ ഇയാളെ എഴുതിയാൽ മതി 143. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ആൻസർ, ഇറ്റ് ഈസ് 7 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 7 കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മൾ വൈയുടെ കേസിൽ കണ്ടുപിടിക്കാം. ഓക്കെ, 143 ഓക്കെ 11y. അപ്പൊ ഒന്ന് ആലോചിക്കുക, 143യെ ഡിവൈഡ് ചെയ്തിട്ടാണ് 11 ആൻഡ് y എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോ y എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇയാളെ ഇങ്ങനെ എടുക്കുക, 143 ഡിവൈഡഡ് ബൈ 11. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴറിയാം 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 13. ഓക്കെ 13 അതിന്റെ സം ആണ് 4 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും 13 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വൈയുടെ വാല്യൂ. ഓക്കെ, ഇതാണ് ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ലെറ്റ് us now move to the next one. അപ്പോൾ ഇതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാ വന്നിട്ടുള്ളത്, എക്സിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് 3 and 195. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ രണ്ടുപേരുണ്ട് അല്ലെ, സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്യപ്പെട്ട രണ്ടുപേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം, ഇവർ രണ്ടുപേരും തമ്മിൽ multiply ചെയ്യുക, that is 195 into 3. okay, 195 into 3 എന്ന് പറയാം. that is equal to, I can say that it is equal to 300 plus 270 plus 15 which is equal to 585. okay, so ഇവിടെ x ന്റെ വാല്യൂ 585 ആണ് നമുക്ക് ലഭിക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത ആളെ നോക്കുക, 195നെ സ്പ്ലിറ്റ് ചെയ്തു 3 and y ആക്കി മാറ്റി. അപ്പൊ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നോക്കിയ വേരിയബിളിനെ എടുക്കുക, വേരിയബിളിനെ എടുത്ത് മാറ്റിയിട്ട് നോക്കുക, മുകളിൽ ആരാണുള്ളത് 195 and divided by 3 ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുക. സോ ഐ ക്യാൻ ലൈക്ക് 3 ടൈംസ് എന്ന് പറയുന്നത് ഓക്കെ 6, അപ്പോൾ 18 15 യെസ് ഓക്കെ 5, സോ 65. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വൈയുടെ വാല്യൂ 65 ആണ്. ഓക്കെ, അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. 5 into 13 of course it is 65. okay, it's a very easy kind of question, but വലിയ ആൻസേഴ്സ് എത്തുമ്പോഴത്തേക്കും ഇതിൽ കൺഫ്യൂഷൻ പാടില്ല. എളുപ്പം ചെയ്യാൻ പോകും. എന്ത് ചെയ്താൽ മതി, സ്പ്ലിറ്റ് അപ്പ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഒന്നിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നൗ ലെറ്റ് us move to the next kind of question. ഇവിടെ നോക്കിയേ, x സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു 2y. നോക്കേ, അപ്പൊ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നേരത്തെ എന്ന് പറയുമ്പോൾ 3 പേര് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അതിൽ 2 പേരുണ്ട്, ഒരാളാണ് ഇല്ലാത്ത. പക്ഷെ ഇവിടെ നോക്കിയാൽ 2 പേര് മിസ്സിംഗ് ആണ്.
നമുക്ക് 3 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ 2 നമ്പേഴ്സ് തന്നിരുന്നാൽ ഒരു വേരിയബിളിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് 2 എണ്ണമാണ്. അപ്പൊ അത് നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അയാളെ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പക്ഷെ ഇത് ഇവിടെ നോക്കിയേ, ഈ ഒരു 3 പെയേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് y എന്ന് പറയുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, y എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ മിസ്സിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, y കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് y കണ്ടുപിടിക്കാനായിട്ട് y യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 പേർ ഓക്കെ അവരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. അപ്പൊ അവർ ഒന്നിച്ച് ചെല്ലുമ്പോൾ ആരായിട്ട് മാറും, y ആയിട്ട് മാറും. സോ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് y എന്ന് പറയുന്നത് എന്താണ്, 3 into 1855 okay, which is equal to, I can say that 3000 plus 3 into 800 which is equal to 2400 and 3 into 50 which is equal to 150 and 3 into 5 which is equal to 15. So that I can say 5 6 5 5 okay. For 5565 is the value of y here. Okay, അപ്പോൾ y യുടെ വാല്യൂ നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാം, ആരാ നമുക്കുള്ളത് ഇവിടെ 5 371 ഓക്കെ 371 സ്പ്ലിറ്റ് അപ്പ് ചെയ്തു 7z എന്ന് പറയുന്ന ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഐ ക്യാൻ സേ ലൈക്ക് z is equal to എന്താണ് 371 divided by 7 which is equal to, I can say that 5 times and 35 ആണ് വരിക 21. Yes, it's 3. Okay, so 53. അപ്പോ z ന്റെ വാല്യൂ 53 ആണ് ആൻഡ് നമ്മുടെ y യുടെ വാല്യൂ എന്ന് പറയുന്നത് 5565 ആണ്. നമ്മൾ x ന്റെ വാല്യൂ കണ്ടുപിടിച്ചില്ല അല്ലേ. ഇവിടുത്തെ വാല്യൂ എത്രയാണ് 5565 and it is when multiplied with 2 we will get the value of x. Okay, അപ്പോൾ അതെങ്ങനെ ചെയ്യാം, ചെയ്തു നോക്കുക. 5000 ആണ്, so I can like 10,000. next is 500 ആണ്, that is equal to 1000. 60 ആണ് 120, 5 ആണ് 10. Okay, so 0 3 1 1 1. Okay, so the final answer is x is equal to 11130. Okay, now let us move to the next question. ഇതാണ് നമുക്ക് അടുത്ത് തന്നിട്ടുള്ള ഫാക്ടർ ട്രീ. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഈ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ എളുപ്പമാണ് അല്ലെ ചെയ്യാനായിട്ട്. സോ നോക്കേ 2 ഈ ഒരു ആള് നോക്കുക, അയാളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 പേർ ഓക്കെ അത് നമുക്ക് നമ്പേഴ്സ് ആയിട്ടുണ്ട് 2 and 3381. അപ്പൊ നമുക്കറിയാം അയാളിലേക്ക് എത്താൻ ഒരു വഴി, ഒറ്റ വഴി. അപ്പൊ എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, 2 into 3381 ഇതാണ് നമ്മുടെ x ന്റെ വാല്യൂ എന്ന് പറയുന്നത്. x is equal to 2 into 3381 which is equal to, I can write like 6000 plus പിന്നെ 600 plus 160 plus 2. Okay, ഈ ഫോർമുല വരും. So 2676. Okay, 6762 is the value of x. 6762. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടാം, പെട്ടെന്ന് കിട്ടും. എന്താണ്, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും 3381. ഓക്കെ, ഒരാളുണ്ട്, ഇയാളില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. സ്പ്ലിറ്റ് അപ്പ് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്തതിലാണ് ഒരാളെ കാണാത്തതെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, നമ്മുടെ വലിയ ആളിനെ മറ്റേ ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ ഇയാളാണെങ്കിലോ ഇങ്ങനെയാണ് നോക്കിയേ, ഇവർ രണ്ടുപേരുണ്ട്, അയാളില്ല. അപ്പൊ അയാളിലേക്ക് എത്താൻ ഇവരെന്ത് ചെയ്യണം, ഇങ്ങനെ പോകണം, ക്രോസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പം ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്രോസ് മാർക്ക്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോ ഓർത്ത് നോക്കുക. ഓക്കെ, സോ 3381. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എങ്ങനെ കിട്ടും, 3381 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്ക് കിട്ടുക എങ്ങനെയാണ് 1 1 and 8 എന്ന് പറയുമ്പോഴത്തേക്കും it is 2 times, so 6 ആണ് 21. yes 7 1127 1127. okay, 1127 is the answer here. ഇവിടെ നമുക്ക് അതാണ് കിട്ടുക. now let us move to this part. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. 161. okay, 161 when divided by 7 it's equal to 23. okay, അത് നമുക്ക് കാണുമ്പോഴേ അറിയാനായിട്ട് സാധിക്കും. Clear. Now let us move to the next question. നമ്മൾ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ വലിയൊരു നമ്പർ ആണ്, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി 2 നമ്പേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇയാൾ മിസ്സിംഗ് ആണ്. ഓക്കെ, നോക്കേ ആരാണ് മിസ്സിംഗ്, 9009. ഓക്കെ, ആൻഡ് ഇവിടെ 3003. കാണുമ്പോഴേ അറിയാം ഇവിടുത്തെ പ്രൈം നമ്പർ ആരാണ്, 3 ആണ്. ഓക്കെ, എയുടെ വാല്യൂ എത്രയാണ്, 3. ഓക്കെ, നെക്സ്റ്റ് ഇതാ ഇവിടെ നോക്കുക, അവിടെ നമുക്ക് ആ ഒരു പോർഷൻ ഫിൽഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുക, 1001 143. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു ടൈപ്പിലുള്ളതാണ്. എന്താണ് നമുക്ക് കിട്ടുക, 7. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 143. ആൻഡ് ഇവിടെ നോക്കിയേ, ഇവിടെ വെച്ചത് എൻഡ് ചെയ്യാണ്. അപ്പൊ എൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെയും പ്രൈം നമ്പർ ആണ്, ഇവിടെയും പ്രൈം നമ്പർ ആണ്. 143 എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാറാണ് 11ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ.
11ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 11 ഇൻറ്റു ആരാണ് നമ്മൾ എടുക്കുക? അതാ ഈ രണ്ട് എഡ്ജസിലുള്ള ഡിജിറ്റ്സിനാണ് എടുക്കേണ്ടത്. ആരാണ്? 30. ഓക്കെ, അപ്പൊ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? ഇപ്പോ നമുക്ക് 13 ഇൻറ്റു 11 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഡിജിറ്റ്സും രണ്ട് സൈഡിലേക്ക് ഇതാ, ടേക്ക് ദ സം, ഓക്കെ, ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ മിഡിൽ, 143. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം 11 ഇൻറ്റു 11 എത്രയാണ്? 121 ആണെന്ന് നമുക്കറിയാം അല്ലെ? എങ്ങനെയാ കിട്ടുക? 1 and 1 ഇടാ, ടേക്ക് ദ സം, 121. ഓക്കെ, അപ്പോൾ ഈ 11 വെച്ചിട്ടുള്ള 2 ഡിജിറ്റ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊരു ട്രിക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ നൗ ലെറ്റ് us മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഉള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇവിടെ 2 പാർട്ട് മിസ്സിംഗ് ആണ് അല്ലെ? അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഈ 3 പേരെ കൺസിഡർ ചെയ്താൽ 2 പേര് മിസ്സിംഗ് ആണ്. 2 വേരിയബിൾസ് there, സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് വി വിൽ മൂവ് ടു ദി നെക്സ്റ്റ്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകുമ്പോഴത്തേക്കും 2 പേരുണ്ട് ഇയാളിൽ. അപ്പൊ ഈ 2 പേരിൽ നിന്ന് അയാളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അപ്പോൾ വി ഷുഡ് മൾട്ടിപ്ലൈ ദം ടുഗെദർ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു അല്ലേ? 2 ഇൻറ്റു കിട്ടുക 1000. ഓക്കെ, സോ 1000 16,000 ആണ്. Okay, 16,000. Next is 100 into 2, which is equal to 200. 90 into 2, which is equal to 180. So 08361. Okay, so നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 16380 ഈ ഫോർമുല കിട്ടുക. ഓക്കെ, 16380. അങ്ങനെയാണെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാം അല്ലെ? എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാ ചെയ്യുക? നോക്കിയേ, 16380. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഇവിടുത്തെ ആളിനെ കിട്ടും. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഈ 0 ഒഴിവാക്കി ബാക്കി പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. 1638 അല്ലേ? അപ്പോൾ വി വിൽ ഗെറ്റ് ലൈക്ക് 2000. ഓക്കെ, പ്ലസ് 600 ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് 1200. പിന്നെ അടുത്തത് 30 ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഈക്വൽ ടു 60 ആൻഡ് 8 ആകുമ്പോൾ ഇസ് ഈക്വൽ ടു 16. സോ 6 7 2 3. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ 32760. ഓക്കെ, സോ ഇവിടെ 32,760. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 16,380. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. ഇത് ഇവിടെ ഉണ്ട്, ഇത് കംപ്ലീറ്റഡ് ആണ്, ഇത് കംപ്ലീറ്റഡ് അല്ല അല്ലെ? ഓക്കെ, സോ 4095 1365 എത്തണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 1 വരേണ്ടത് അല്ലേ? ആണല്ലോ. പക്ഷെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. എന്തുകൊണ്ടാ? 4 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല, അതൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 1 വരിക. അപ്പൊ നമുക്ക് അതിനേക്കാൾ ചെറിയ പ്രൈം നമ്പർ ആയ ആരാണ് അവിടെ ഉപയോഗിക്കേണ്ടി വരിക? 3. ഓക്കെ, 3 ആണ് നമുക്ക് ഇവിടെ വരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയത് 3 ഇൻറ്റു 1365 ആണ് നമ്മുടെ 4095 എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഇസ് മൂവിങ് ടു ദ കേസ് ഓഫ് 91. ഇവിടെ പി ക്യൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മുടെ പറയുന്ന 2 പേരും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ 91 എന്ന് പറയുന്നത് ആക്ച്വലി 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 7ന്റെ മൾട്ടിപ്പിൾ ആണ് വരിക. ആൻഡ് 7ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആയിരിക്കും? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 7 ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടൈം ആയിരിക്കും. 21, so 3 times. So 7 into 13, both are prime numbers. So here is the final answer. ചെക്ക് നോക്കിയാൽ നമുക്ക് ഇതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിൽ വരിക? നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. ക്ലിയർ?